വിശുദ്ധ റമദാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജീവിതം വിമലീകരിക്കാൻ, അതിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു സുവർണാവസരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചതാണ് റമദാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബോധപൂർവം ശ്രമിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം. ശരിയായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവെ മാത്രം ആരാധിച്ച് അവന് ഉള്ള ആരാധനകളൊക്കെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ഖുർആൻ പാരായണവും നമസ്കാരവും ഒക്കെ ആയിക്കൊണ്ട് മറ്റു പല മാസങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നമ്മൾ മാറുകയും അങ്ങനെ ഈ മാസം കഴിയുമ്പോൾ നമ്മൾക്കൊരു വലിയ നിധി കിട്ടിയതുപോലെയുള്ള ഒരു മനസ്സമാധാനവും ഒരുപാട് നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസവും അതൊക്കെ നമുക്ക് ഈ റമദാനിലൂടെ ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖും അതിനുള്ള മഹാഭാഗ്യവും നമ്മൾ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാനിവിടെ ഓതിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാനിലെ 180-ാമത്തെ വചനാണ്. അതിൽ അല്ലാഹു പിശുക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പിശുക്ക് എന്ന് അല്ലാഹു ഇവിടെ പറയുന്നത് മറ്റു പല സ്ഥലങ്ങളിലും പിശുക്കിനെ പറ്റി സൂചിപ്പിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹു പിശുക്കൻ അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുക എന്ന് പറയുന്നത് സകാത്ത് നൽകാത്തതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ പലപ്പോഴും നമ്മിൽ പല ആളുകളും പിശുക്കന്മാരാവില്ല. വളരെ ധർമ്മം, ദാനവും മറ്റുള്ളവർക്ക് വളരെ സഹായമൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. പക്ഷെ അവര് സകാത്ത് കൃത്യമായി തിട്ടപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ പലപ്പോഴും അതെ എന്ന് പറയാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അത്തരം ആളുകളെ പറ്റിയാണ് ഖുർആൻ ഒന്ന് പിശുക്കൻ, വളരെ വളരെയധികം ഈ ദുരന്തം അനുഭവിക്കുന്ന പിശുക്കനായിക്കൊണ്ടാണ് ഖുർആൻ അതിനെ പറയുന്നത്. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ്, അല്ലാഹു നൽകിയതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ അവർ വിചാരിക്കേണ്ട ഹുവ ഖൈറൻ ലഹും, ആ ഫള് അല്ലാഹു നൽകിയ അനുഗ്രഹം അത് നൽകാതെ അതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്നവർക്ക് അത് നന്മയാകും എന്നൊരിക്കലും വിചാരിക്കരുത്. ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് വലിയ നാശമായിരിക്കും, തിന്മയായി മാറും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. വിശുദ്ധ ഖുർആൻ സകാത്ത് നൽകണം, അതിൻ്റെ ഗുണങ്ങൾ, അവർക്കുള്ള പ്രത്യേകതകൾ ഒക്കെ പറയുന്ന കൂട്ടത്തിൽ നൽകാതിരുന്നാൽ എന്താണ് എന്നതും വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇത് നമ്മളെല്ലാ വർഷവും റമദാൻ മാസത്തിൽ നമ്മൾ ഉണർത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മളുടെ സകാത്ത് കണക്കാക്കാൻ അവലംബിക്കുന്നത് റമദാൻ മാസത്തെയാണ്. റമദാൻ ടു റമദാനാണ് നമ്മുടെ റമദാന്റെ ഒരു വർഷമായി നമ്മൾ കണക്കാക്കണം. അതുകൊണ്ടാണ് അത് പ്രത്യേകം ഉണർത്തേണ്ടി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബിമാര് അവരും അങ്ങനെ തന്നെയായിരുന്നു കണക്കാക്കിയിരുന്നത്. റമദാൻ ടു റമദാൻ അതായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് നമുക്കും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഒരു വർഷം എന്ന് പറയുന്നത് ചന്ദ്രവർഷമാണല്ലോ. അപ്പൊ അത് നമ്മൾക്ക് ഏറ്റവും സൗകര്യവും നല്ലതും റമദാനാണ്. മാത്രമല്ല റമദാൻ മാസം മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരാധനകൾ ചെയ്യാനും ധനം ചെലവഴിക്കാനൊക്കെ നമ്മുടെ മനസ്സിന് ഒരു ആവേശം നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടം നൽകുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് ആ സന്ദർഭത്തിലാകുമ്പോൾ നമ്മൾ വളരെ ഭക്തിയോടുകൂടി, വളരെ സന്തോഷത്തോടു കൂടി നമുക്കത് നൽകാൻ കഴിയും. അത് നൽകാതിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമായിരിക്കും. പരലോകത്തെ കാര്യം പറയുന്നത് സയുതവ്വഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ, അവര് ഈ പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുന്ന പണം അത് അവർക്ക് തന്നെ, അവരെ തന്നെ അത് ചുട്ടുപഴിപ്പിച്ച് അവരുടെ മേൽ തന്നെ അത് വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുണർത്തുന്നത് ഖിയാമത്ത് നാൾ. അപ്പൊ ഇത് ഖുർആൻ നമ്മെ ഉണർത്തുന്നത് നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ
സക്കാത്തിന്റെ പണം എന്ന് പറഞ്ഞത് നമ്മളുടേതല്ല എന്നുള്ളത്. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ അവകാശമാണ്. അവരുടെ പണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിൽ തന്നു എന്ന് മാത്രം. അത് തന്ന് അത് അവർക്ക് നൽകാൻ ഏൽപ്പിച്ചതാണ്. അത് ഏൽപ്പിച്ച പണം നമ്മളെ കയ്യിൽ ഒരാൾ ഒരു പണം തന്നിട്ട് അത് ഇന്ന ആൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് തന്നിട്ട് അത് നമ്മൾ കൊടുക്കാതെ കീശയിലിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ഒരു മോശമായ പരിപാടിയാണോ, അതിനേക്കാൾ മോശമായ ഒരു പരിപാടിയാണ്. അള്ളാഹു നമുക്ക് ധാരാളം സാമ്പത്തിക ശേഷി നൽകി, ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകി, വരുമാനം നൽകി, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് നൽകിയ പണത്തിന്റെ കൂടെ കുറച്ച് പണം ഇത് ഇന്നവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ തന്നിട്ട് നമ്മളത് കൊടുക്കാതെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് അത് വലിയ ഒരു അപരാധമായിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വല്ലദീന യക്നീസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് കൂട്ടി കൂട്ടി വെക്കുക, അത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുക, അവർക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയാണുള്ളത്. ഇത് അതിൻ്റെ ഒരുപാട് ശിക്ഷകളും ഗൗരവമൊക്കെ നമുക്ക് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമാനമുള്ളവരൊക്കെ ഉൾക്കൊള്ളണം. പലപ്പോഴും പ്രായമായ ആളുകൾ ഒക്കെയാണ് കൂടുതൽ സക്കാത്ത് നൽകുന്നത് എന്നുണ്ടെങ്കിലും ചെറുപ്പക്കാർ സക്കാത്ത് നൽകുന്നത് കുറവാണ്. എന്നാൽ വരുമാനം പലപ്പോഴും കൂടുതലുള്ളത് ചെറുപ്പക്കാർക്കായിരിക്കും, വളരെ ചെറുപ്പക്കാർ. നമുക്ക് എല്ലാ സംഗതികൾക്കും നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവും. പക്ഷേ സക്കാത്ത് കൊടുക്കാൻ നമുക്കിതിനെപ്പറ്റി ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ്. കൊടുക്കണ്ടെന്ന് വിചാരിച്ച് നടക്കണോണ്ടൊന്നല്ല, മറിച്ച് അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചിട്ട് അതിനെപ്പറ്റിയൊരു ഗൗരവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണില്ല. അതുകൊണ്ടൊക്കെയാണ് പല ആളുകളും സക്കാത്ത് നൽകാതിരിക്കുന്നത്. അത് ശരിയല്ല. നമ്മളിപ്പോ പണമില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെ കൂട്ടത്തിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ അടുക്കലും, എല്ലാവരെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളുടെ അടുക്കലും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ മിക്കവാറും പണമുണ്ട്. വലിയ തോതിലുള്ള പണക്കാരൊന്നും നമ്മളെ നാട്ടിലില്ല. നമ്മളെ നാട്ടിൽ മറ്റു പല നാടുകളിലൊക്കെ ഉള്ളതുപോലുള്ള വലിയ പണക്കാരുടെ ഒരു നാടൊന്നുമല്ല നമ്മൾ. പക്ഷേ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം ജീവിക്കാനുള്ളൊരു വകുപ്പ് പല രീതിയിലും അള്ളാഹു നൽകിയ കനിഞ്ഞരുളിയ ഒരു നാടാണ് നമ്മുടെ നാട്. ആ നാട്ടില് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പണമുണ്ട്. പലരും പല താല്പര്യമാണ് പല ആളുകൾക്കുള്ളത്. നിരന്തരമായി പണം ധാരാളമായി ടൂറ് പോകാൻ ചെലവാക്കുന്ന ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ ജീവിതം. ധാരാളമായി ടൂറ് പോകാൻ അവർ ഉപയോഗിക്കും. അതുപോലെ തന്നെ മറ്റ് കല്യാണം നടത്താൻ ചില ആളുകളുടെ കല്യാണമൊക്കെ നടത്തുന്നത് കണ്ടാൽ എത്രയോ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടൊക്കെ ആളുകൾ കല്യാണം നടത്തും. അതൊന്നും നമ്മൾക്ക് സക്കാത്ത് കൊടുത്തതിന് ശേഷം സക്കാത്ത് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഹലാലായ ഏത് മാർഗത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച ഹലാലായ മാർഗത്തിലൊക്കെ നമുക്ക് പണം ചെലവഴിക്കാം. ദൂർത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളതൊക്കെ അത് വേറെ നിയമങ്ങളാണ്. അത് പാടില്ല, അത് വേറെ വിഷയം. പക്ഷെ സക്കാത്ത് കൊടുത്തിട്ടായാൽ ആ പണം നമ്മൾക്കൊരു ബർക്കത്തുള്ള പണമാണ്. അത് നമ്മൾക്ക് നമ്മളുടെ ഹലാലായ മാർഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അത് കൊടുക്കാതെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെലവഴിക്കുന്നത് മുഴുവൻ മലിനമാണ്. അതാണ് അതിലെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മോട് പ്രത്യേകമായി ഉണർത്തുകയുണ്ടായി, നിങ്ങളുടെ കൈകളിലുള്ള പണത്തിൽ സക്കാത്ത് മാറ്റാത്ത പണം, അതായത് സക്കാത്ത് കൊടുക്കാതെ അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന പണം എന്ന് പറയുന്നത് അത് മലിനം കലർന്ന മാലിന്യമുള്ള പണമാണ്. അപ്പൊ നമ്മളൊരു ചെറിയ രീതിയിലാണ് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം വളരെ ചെറിയ രൂപത്തിലുള്ളൂ. നമ്മുടെ വരുമാനത്തിൽ ചെലവൊക്കെ കഴിച്ചിട്ട് മാന്യമായ രീതിയിൽ നമ്മളെ കുടുംബത്തിൻ്റെയും നമ്മളെയൊക്കെ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന സംഖ്യ അല്ലെങ്കിൽ ബാക്കി ഉണ്ടാകാവുന്ന സംഖ്യ അതൊരു പരിധി, അതിലും കുറെ വിട്ടുവീഴ്ച കൊടുത്ത് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 2.5% കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ 2.5% ഒരു ലക്ഷം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ആ രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ഒന്നും നിൽക്കുക, നമ്മൾ ആകെ കൊടുക്കേണ്ടത് 5000 രൂപയുള്ളൂ. ബാക്കി 1,95,000 രൂപ പിന്നെ നമ്മളുടെ ഹലാലായ വഴിക്കൊക്കെ നമുക്ക് ചെലവഴിക്കാൻ പറ്റും. അപ്പോ ഈ 5000 നമ്മൾ കൊടുക്കാതിരുന്നാലുള്ള പ്രശ്നം നമ്മളെ 2 ലക്ഷവും മാലിന്യം കലർന്ന പണമായി മാറി. അതാണ് അതിന്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ.
നമ്മൾ ആ 2 ലക്ഷം കയ്യിലുള്ള 2 ലക്ഷവും മലിനമായ പണമാണ്. നമ്മൾ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത്, നമ്മൾ ബാക്കിയുള്ളവർക്ക് സംഭാവന കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒക്കെ ഈ മലിനമായ മാലിന്യം കലർന്ന പണമാണ്. എന്നാൽ ഈ 5000 അതിനാണ് വേറെടുത്ത് അത് നമ്മൾ സക്കാത്തിന്റെ ആ ഫണ്ടിലേക്ക് സക്കാത്തായിട്ടാണ് നീക്കി വെച്ചാണ് കൊടുത്തു കഴിഞ്ഞാലോ ബാക്കി 1,95,000 രൂപയും ശുദ്ധമായ പണമാണ്. നമ്മൾ മക്കൾക്ക് സന്തോഷത്തോടു കൂടി അതിൽ നിന്ന് നമുക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാം, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ ചെലവഴിക്കാം, വീട്ടാവശ്യങ്ങൾക്ക് ചെലവഴിക്കാം, സംഭാവന കൊടുക്കാം, മറ്റു പലതും നമുക്ക് ചെയ്യാം. ആ കൊടുക്കുന്ന പണം ഉണ്ടല്ലോ അത് വളരെ ശുദ്ധമായ പണം. അപ്പൊ ഇത്ര ഒരു നല്ല ഒരു രീതിയിൽ നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മൾക്ക് ആ ഉള്ള സ്വത്തിന്റെ 2.5% കൊടുക്കണം എന്ന് പോലും പറയണില്ല. ഉള്ളതിന്റെ 2.5 കൊടുക്കുന്നല്ല പറയുന്നത്. ഉള്ളതിൽ നിന്ന് നിങ്ങൾ അത്യാവശ്യമായി കുടുംബത്തിനും നിങ്ങൾക്കും ഒക്കെ ചെലവ് അയച്ചിട്ട് ആ ചെലവ് അയച്ചിട്ട് ബാക്കിയുള്ളതില്ലേ 2.5%. അപ്പൊ അത്രയും നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ കൊടുക്കാതെ അത് നമ്മളുടേതല്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ട് നാട്ടിലെ പാവപ്പെട്ടവരുതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കൊടുക്കാതിരിക്കുക വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പൊ നമുക്ക് ഖുർആനിൽ ഇങ്ങനെ വലിയ ശിക്ഷയൊക്കെ വേണോ എന്ന് നമുക്ക് തോന്നൂല. ഇങ്ങനെ ഒരു സക്കാത്ത് കൊടുക്കാത്തതിന് എത്ര വലിയ ശിക്ഷ, നരകത്തിൽ നിന്ന് ചുട്ടഴിച്ച് അതങ്ങനെ മേല് മുഴുവൻ എന്താണ് യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും വദുഹൂറും, പുറത്തും ബാക്കിലും നെറ്റിമേലും എല്ലാ സ്ഥലത്തും ചുട്ട് പഴിപ്പിച്ച് അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത്ര ഗൗരവമുണ്ടോ എന്ന് നമ്മൾ തോന്നുന്നു. ആലോചിച്ചാൽ അത്ര ഗൗരവമുള്ള വിഷയം നമ്മൾ ഇത് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള രീതി അതൊരു വ്യക്തികൾ ഇങ്ങനെ കൊടുക്കുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതുപോലെ റസൂലിന്റെ കാലശേഷവും അബൂബക്കർ സിദ്ദീഖിന്റെയും ഖുലഫാഉർ റാഷിദുകളിലെ തുടക്കത്തിലൊന്നും അങ്ങനത്തെ ഒരു രീതിയില്ല. റസൂലിന്റെ കാലത്ത് ഏതായാലും വ്യക്തികൾ ഇങ്ങനെ ഒരാൾക്ക് നല്ല സക്കാത്താണ് പറഞ്ഞ് കൊടുക്കുന്ന പരിപാടി ഇല്ല, നമുക്ക് കാണാനേ കഴിയില്ല. ഒരു സംഭവം പോലും അതിൽ നമ്മൾക്ക് ഉദ്ധരിക്കാൻ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് അതിന്റെ അവകാശികളെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. മറ്റൊരു 3-ാം കക്ഷി അത് കൈകാര്യം ചെയ്യുന്നു, 3-ാം കക്ഷി അത് നമ്മളിൽ നിന്ന് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സക്കാത്തിന്റെ വിതരണക്കാർ അല്ലെങ്കിൽ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ അവർക്കൊരു വിഹിതമുണ്ട്. 8 അവകാശികളിൽ 1 സക്കാത്ത് ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മളെന്നെ സ്വന്തം നമ്മളെ പൈസക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യം എന്താണ്? ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യം നമുക്കില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെ കണ്ടെത്തി പാവങ്ങളെ കണ്ടെത്തി അങ്ങനെ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അതാണ് നമ്മളതിന്റെ അടിസ്ഥാനം, അതായി നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിന്റെ പൂർണ്ണത, അതാണ് പെർഫെക്ഷൻ എന്ന് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. അതാണ് ആ സംവിധാനം ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരമാവധി അങ്ങനെ തന്നെ അത് ഉപയോഗപ്പെടണം. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി, ഈ നമ്മൾ എല്ലാ ഡെപ്പോസിറ്റുകൾക്കും സക്കാത്ത് ഒരു വർഷം കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലുള്ള എന്ത് രീതിയിലുള്ള ഹലാലായ പണം നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മൾ സക്കാത്ത് കൊടുക്കണം. അത് നമ്മളെ അക്കൗണ്ടിലുള്ള പണമാണെങ്കിൽ, അതുപോലെ നമ്മളെ PF പണമാണെങ്കിലും, അതെല്ലാം നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച പണമാണെങ്കിലും, നമ്മൾ പല ആവശ്യങ്ങൾക്ക് എടുത്തുവെച്ച പണമാണെന്ന് വെച്ചാൽ ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തുവെച്ച പണമാണ്, വീടുണ്ടാക്കാൻ വേണ്ടി എടുത്തുവെച്ച പണമാണ്, അല്ലെങ്കിൽ മക്കളെ വിവാഹ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് വിചാരിച്ച് എടുത്തുവെച്ച പണമാണ്. എന്തിനെടുത്തു വെച്ച പണമാണെങ്കിലും ഒരു വർഷം അത് നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ അതിന്റെ 2.5% കൊടുത്ത് ബാക്കിയോടെ നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ, ബാക്കിയോടെ നമ്മൾ വീടെടുക്കാൻ പറ്റുള്ളൂ. ഏതാണെങ്കിലും ഏത് ഡെപ്പോസിറ്റും ആ അർത്ഥത്തിലാണ് ഒരു കച്ചവടക്കാരൻ ഒരു കൊല്ലം കഴിയുമ്പോൾ തന്റെ സ്റ്റോക്ക് എടുക്കണം എന്ന് പറയണത്. കാരണം അയാളുടെ ഒരു സ്വത്താണത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴും അയാളെ കയ്യിൽ കട ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്താം. കടമൊക്കെ മാറ്റി നിർത്തിയിട്ട് അയാളുടെ കയ്യിലുള്ള ഒരു സ്വത്താണ് അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റാണ് കൊല്ലം കഴിയുമ്പോൾ കടയിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ വിറ്റ് പോകാത്ത സാധനങ്ങളൊക്കെ ഡെഡ് സ്റ്റോക്ക് ഒക്കെ മാറ്റിയിട്ട് വിൽപ്പനക്ക് പോകാവുന്ന വസ്തുക്കൾ, അതാണല്ലോ മുതല്.
നേരെ മറിച്ച് വിറ്റ് പോകാത്തൊരു സാധനം കുറെ കടയിലുള്ളതുകൊണ്ട് അത് പിന്നെ മുതലാറിനവിടെ വെച്ചോണ്ടൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അയാൾക്ക് കച്ചവടം വരുമാനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വിറ്റ് പോകുന്ന ഡെഡ് സ്റ്റോക്ക് അല്ലാത്ത നമ്മളെ കടയിലുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒന്ന് സ്റ്റോക്ക് എടുക്കണം. സ്റ്റോക്ക് എടുത്തിട്ട് അതിൻ്റെ 2.5% നിങ്ങൾ അങ്ങനെ ഏത് രീതിയിലുള്ള സ്റ്റോക്കാണെങ്കിലും. പിന്നെ രണ്ടാമതൊരു ശ്രദ്ധിക്കാനുള്ള സംഗതികൾ, നമ്മുടെ പണം തന്നെയാണെങ്കിലും അത് നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേ സക്കാത്തുള്ളൂ. നമ്മളെ പണം തന്നെ ബാങ്കിൽ 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ഉണ്ട്, പക്ഷെ അത് എന്തോ പേരും പറഞ്ഞ് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ കൊല്ലം അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാണോ ഫ്രീസ് ചെയ്ത് മാറി അപ്പോഴേ നമ്മളത് കൊടുക്കേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 5 ലക്ഷം വേറൊരുത്തനെ ഒരു കടം കൊടുത്തായിരുന്നു, അത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെയും സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉള്ള പണം കയ്യിലുണ്ടാകും. അതാണ് നമ്മുടെ പണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ PF ഉദ്യോഗസ്ഥന്മാർ ധാരാളമുള്ള ഒരു നാടായതുകൊണ്ട് പറയാണ്, PF-ൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ സാധാരണ രീതിയിൽ അതിന്റെ 75% അവന്റെ ആവശ്യങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുള്ളൂ. അതുകൊണ്ട് 75% സക്കാത്ത് കൊടുത്താൽ മതി. 10 ലക്ഷം PF-ൽ ഉണ്ടെങ്കിൽ അതിന് 7.5 ലക്ഷത്തിന്റെ സക്കാത്തും കൊടുക്കണം. അപ്പൊ ഈ ഡെപ്പോസിറ്റുകൾ എത്രയായാലും അതിന്റെ 2.5% എന്തായാലും കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ അതിൽ ചെലവിന് വഹിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. കാരണം അതൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന പണമാണ്, നമ്മളെ കയ്യിൽ അവിടെ അക്കൗണ്ടിലുള്ള പണമാണ്. അപ്പൊ പല രീതിയിലും നമ്മൾ പല ആളുകളും അവനവന്റെ പല ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കുറെ ഭാവിയിൽ ഇനി സംഗതിക്കൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്കൗണ്ടിൽ ബാങ്കിലും മറ്റുമൊക്കെ പണം അതേ രീതിയിൽ നിക്ഷേപിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ ലക്ഷങ്ങൾ നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഓരോ കൊല്ലവും എത്ര ഉണ്ട് നോക്കിയിട്ട് അതിന്റെ 2.5% അവർ സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് കൊടുക്കൽ വളരെ നിർബന്ധമായൊരു സംഗതിയാണ്. പിന്നെ നമുക്ക് കടം കൊടുത്തതിനെ സംബന്ധിച്ച് കിട്ടുന്ന ഉറപ്പുള്ള കടമാണെങ്കിലും കിട്ടാകുറ്റിയാണെങ്കിലും, കടം എന്ന് പറഞ്ഞാൽ പലജാതി കടങ്ങളുണ്ട്. ചില കടം കൊടുത്താൽ പിന്നെ അത് കിട്ടലുണ്ടാവില്ല. അങ്ങനത്തെ കടങ്ങളുണ്ട്. അതിനൊന്നും സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്നാ കിട്ടണമെന്ന് വെച്ചാൽ കിട്ടണമെന്ന് അതിന്റെ സക്കാത്ത് കൊടുക്കാം. നേരെ മറിച്ച് നമ്മുടെ പോക്കറ്റിൽ ഉള്ളതുപോലെ കണക്കാക്കാവുന്ന കട ഉണ്ടാവും ചിലത്. നമ്മൾ ചോദിച്ചാലാണ് തരും, പക്ഷെ നമ്മളിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ചോദിക്കലില്ല. ഓൻ കുറച്ചും ആവശ്യത്തിന് ഉപയോഗിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല, എനിക്കിപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഓന്റെ കയ്യിലേക്ക് കിടന്നോട്ടെ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടാതെ, അതല്ലെങ്കിൽ അവൻ തൽക്കാലം അവൻ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ കയ്യിലുള്ള പണം പോലെ കണക്കാക്കുന്ന, നമ്മളുടെ ഒരു ഡെപ്പോസിറ്റ് പോലെ കണക്കാക്കുന്ന കടമാണെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. അതല്ലാത്ത മറ്റേത് കടമാണെങ്കിലും അത് കിട്ടുമ്പോൾ അതിന് ആ ഒരു വർഷത്തെ സക്കാത്താണ് നമ്മൾ നൽകേണ്ടത്. അല്ലാതെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 10 കൊല്ലത്തെ സക്കാത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ ആ ഒരു വർഷത്തെ സക്കാത്ത് നമ്മളതിന് നൽകണം. കാരണം കടം നൽകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല ഒരു ധർമ്മമാണ്. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളൊരു കടം നൽകുമ്പോൾ അതിന്റെ പകുതി അവന് ധർമ്മമായി രേഖപ്പെടുത്തും. 1000 രൂപ ഒരാൾക്ക് നമ്മൾ അത്യാവശ്യത്തിന് കടം നൽകിയിട്ടുണ്ടെങ്കിൽ 500 രൂപ സദഖ കൊടുത്തതായിട്ട് തന്നെ കണക്കാക്കുകയും ചെയ്യും. ഈ 1000 രൂപ പിന്നെ അവന് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കടം എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റിയാണ്, ധർമ്മമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകമായി പിന്നെ സക്കാത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട സംഗതി, സ്ത്രീകൾ അവരുടെ ആഭരണങ്ങളാണ്. ഇപ്പോൾ ആഭരണം അധിക ആഭരണമൊക്കെ ഉണ്ടെങ്കിലും സ്വർണമായൊക്കെ ആളുകൾ നിക്ഷേപിക്കുന്ന സമയമാണ്. സ്വർണത്തിന് വളരെ വില കൂടുതലുള്ള സമയമാണ്. എന്തായാലും 10 പവനിൽ കൂടുതൽ സ്വർണം ഉണ്ടെങ്കിൽ അതിന് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 2.5% സക്കാത്ത് അതിന് നിർബന്ധമായി നമ്മൾ കൊടുക്കണം. അപ്പോ അത് ആഭരണമായിട്ടാണെങ്കിലും ശരി, ആഭരണമല്ലാതെയാണെങ്കിലും ശരി, 10 പവൻ എന്ന് പറഞ്ഞാൽ 85 ഗ്രാമാണ് ഇതിന്റെ. ഈ നബിയുടെ കാലത്ത് 220 ദീനാർ എന്ന് പറഞ്ഞതിന്റെ കണക്കാണ് ഈ 10 പവൻ. അത് നമ്മൾ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഓരോന്നിനും ഓരോരുത്തർക്കും അവനവന്റെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ കയ്യിലെ സ്വത്ത് എന്താണെന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ സക്കാത്ത് നമ്മൾ കണക്കാക്കി ഈ റമദാനിന് അത് നൽകുക. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന പൈസയും ചെലവാക്കുന്ന പൈസയും ഒക്കെ നമുക്ക് ഒരു പ്രതിഫലമില്ലാത്ത രീതിയിൽ അതങ്ങനെ മലിനപ്പെട്ട് കിടക്കുന്ന ഒരു പണമായി മാറുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമായ ഒരു സംഗതിയാണ്. ഓരോരുത്തരും അവനവന്റെ ധനം ശുദ്ധീകരിക്കുക. നമ്മളൊക്കെ മനസ്സും ഒക്കെ ശുദ്ധീകരിക്കുന്ന ഒരു മാസമാണ്.
ആ കൂട്ടത്തിൽ നമ്മുടെ ധനവും ശുദ്ധീകരിക്കുക. ആ ശുദ്ധീകരണത്തിന്റെ പേരാണ് സക്കാത്ത് എന്ന്. സക്കാത്ത് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇപ്പൊ ഭാര്യയും ഭർത്താവും വരുമാനമുള്ളവരാണ്. ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റു വരുമാനം ഉണ്ടെങ്കിൽ ഈ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഭാര്യയുടെ വരുമാനം മുഴുവൻ അത് അവരുടേതാണ്. അത് അവര് കുടുംബത്തിലേക്ക് പണം ചെലവഴിക്കേണ്ട ബാധ്യത അവർക്കില്ല. നിർബന്ധമായി അവര് ബാധ്യതല്ല. പക്ഷെ നമ്മൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ അതെല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ അങ്ങനെ തന്നെ എല്ലാവരും ഒരുമിച്ച് ചെലവഴിച്ച് അങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോണത്. പക്ഷെ മനസ്സിലാക്കേണ്ട സംഗതി, അത് അവരെ ബാധ്യതയാണ് നമ്മൾ വിചാരിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ കയ്യിൽ പണമില്ല, അത് ഉപയോഗിച്ചോ എന്നാണ്. അത് നമ്മൾ പറയാൻ ഒരു ഭർത്താവിന് പാടില്ല. ഭർത്താവ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് അവരെയൊക്കെ വിവാഹം ചെയ്ത് നമ്മളുടെ ഭാര്യയാക്കുന്നത്. അപ്പോ സാമ്പത്തിക ഉത്തരവാദിത്തം മുഴുവൻ ഭർത്താവിനാണ്. അപ്പൊ രണ്ടുപേരും ഉദ്യോഗസ്ഥരാണെങ്കിൽ വീട്ടു ചെലവിന്റെ എല്ലാ ചെലവുകളും അത് ഭർത്താവാണ് വഹിക്കുക. അപ്പോ സ്വാഭാവികമായിട്ടും ഭർത്താവിനേക്കാൾ കൂടുതൽ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കുണ്ടാവും. അത് ഉദ്യോഗസ്ഥരായ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അവര് ശരിയാണ്, അവര് കിട്ടുന്ന ശമ്പളം അങ്ങനെ തന്നെ വീട്ടിലേക്ക് ചെലവഴിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വരുമാനം, തോട്ടത്തിൽ നിന്നുള്ള വരുമാനവും മറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ തന്നെ വീട്ടിലേക്ക് ചെലവഴിക്കുന്നവരായിരിക്കും അവർ. എന്നിരുന്നാലും ആ ചെലവഴിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ നമ്മുടെ ഭർത്താവിന് നൽകുന്ന ഒരു സമ്മാനം, അല്ലെങ്കിൽ ഗിഫ്റ്റാണ്, നമ്മളെ വക കൊടുക്കുന്ന ഒരു സംഗതിയാണ്. ഭർത്താക്കന്മാരും അത് മനസ്സിലാക്കണം. നമ്മൾക്ക് നമ്മളെ ഭാര്യമാർ ഓരോ വക തരുന്നതാണ് ഇത്, അല്ലാതെ ഓരുടെ ഒരു ബാധ്യത ചെയ്യുന്ന സംഗതിയല്ല, അവരെ വക തരുന്നതാണ്. ചില ഭർത്താക്കന്മാരൊക്കെ, ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ ശമ്പളമൊക്കെ അങ്ങനെ തന്നെ വാങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ചില സ്ത്രീകൾ നമ്മളോട് പരാതിയല്ല പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മൂപ്പരോട് ചോദിക്കണം. ചോദിച്ചാൽ തന്നെ അവര് പറയും, അദ്ദേഹം പറയും, എന്തിനാ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെയൊന്നും പറയാൻ ഒരു അവകാശമില്ല. അത് അവരെ പണമാണ്. അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ പണമാണ്. അത് അവർക്ക് ഹലാലായ മാർഗത്തിലൊക്കെ അത് ഉപയോഗിക്കാം. അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് അവരാണ്. കുടുംബത്തിൽ ഓരോ സംഗതികൾക്കും ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സക്കാത്ത് ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരു മാസാന്തരം 50,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനായ ഒരു പുരുഷന്, ഒരു ഭർത്താവിന്, അയാൾക്ക് അയാളുടെ കുടുംബ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നോക്കുമ്പോൾ ചിലപ്പോൾ കാര്യമായൊന്നും സക്കാത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല. എന്നാൽ മാസാന്തം 50,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ചിലപ്പോ ഈ ഭർത്താവ് സക്കാത്ത് കൊടുക്കുന്നതിന് 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ അവർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം കുടുംബത്തിക്ക് ചെലവഴിച്ചതൊന്നും അവരുടെ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കുടുംബത്തിന്റെ ഫുൾ ഉത്തരവാദിത്തം അത് ഭർത്താവിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെലവ് കഴിച്ച് ബാക്കിയുള്ള സംഗതി എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ടാക്സ് അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അവരുടെ ചെലവിൽ, നിർബന്ധ ചെലവിൽ ഉൾപ്പെടുക. കുടുംബത്തിന് ചെലവഴിക്കുന്നത് അത് അവരെ വക ഭർത്താവിന് നൽകിയ സഹായമാണ്. ആ സഹായം സക്കാത്ത് കൊടുത്ത പൈസ കഴിയുന്നതിന് ശേഷം, സഹായം കൊടുക്കുന്നതിന് മുമ്പ് സക്കാത്തിന്റെ പൈസ അതിലെടുക്കുക. അതുപോലെ ആഭരണത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. 10 പവനിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഗതികളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.